ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തോടനുബന്ധിച്ച് മുത്തപ്പൻപുഴ പാലം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവൃത്തികൾ പ്രദേശത്തെ റഹ്മാനിയ മസ്ജിദിന് കനത്ത ഭീഷണി ഉയർത്തുന്നതായി പരാതി. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന നിലയിൽ പാലത്തിൻ്റെ പ്രവൃത്തി നടത്തുകയും മഴ കനത്ത സാഹചര്യത്തിൽ പുഴയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം കടന്നുപോകാൻ മതിയായ മാർഗമൊരുക്കാത്തതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തോടനുബന്ധിച്ച് മുത്തപ്പൻപുഴ പാലം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവൃത്തികൾ പ്രദേശത്തെ റഹ്മാനിയ മസ്ജിദിന് കനത്ത ഭീഷണി ഉയർത്തുന്നതായാണ് പരാതി ഉയരുന്നത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന നിലയിൽ പാലത്തിൻ്റെ പ്രവൃത്തി നടത്തുകയും മഴ കനത്ത സാഹചര്യത്തിൽ പുഴയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം കടന്നുപോകാൻ മതിയായ മാർഗമൊരുക്കാത്തതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. മഴക്കാലത്ത് പുഴയിലൂടെ കുതിച്ചെത്തുന്ന വെള്ളം പള്ളിയിലേക്ക് കയറാതിരിക്കാൻ പള്ളി ഭാരവാഹികൾ കെട്ടിയുണ്ടാക്കിയ മതിൽ പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് കരാറുകൾ പൊളിച്ചു മാറ്റുകയായിരുന്നു. മഴ ശക്തമായാൽ ഇത് പള്ളിക്ക് കനത്ത ഭീഷണിയാകുമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും പ്രശ്നം ഗൗരവത്തിലെടുക്കാൻ അധികൃതർ കൂട്ടാക്കാത്തതാണ് കാര്യങ്ങളെ ഈ നിലയിലെത്തിച്ചതെന്ന് മസ്ജിദ് ഭാരവാഹികൾ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴ മൂലം കുതിച്ചെത്തിയ വെള്ളം പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയും പള്ളിയുടെ അടിത്തറയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഈ നിലയിൽ വെള്ളം കയറിയാൽ പള്ളിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്ന ആശങ്കയിലാണ് വിശ്വാസികൾ. വിനോദസഞ്ചാരികളടക്കം നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന പാതയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി വിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്തുവാനും വിശ്രമിക്കുവാനും വലിയ ആശ്വാസമാണ്. മുസ്തഫ മുണ്ടുപാറയുടെയും KNS മൗലവിയുടെയും നേതൃത്വത്തിൽ സമസ്തയുടെ നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. പള്ളിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിൽ ഉചിതമായ പരിഹാരം അധികൃതർ കൈക്കൊള്ളണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.